ശ്രീ ജിതിൻ ദേവ്, 2016 മുതൽ സംസ്ഥാനത്ത് ചില വിസ്മയങ്ങൾ കാണിച്ച കൂട്ടായ്മയാണ്. അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായി വന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊപ്പം വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾ ഇതിലൂടെ, ഈ കൂട്ടുകെട്ടിലൂടെ പ്രതീക്ഷിക്കുന്നത്? രേണുക, 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായതിന്റെ സാഹചര്യം അതിന്റെ ചെയർമാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം BJP മുന്നോട്ട് വെക്കുന്ന വികസിത രാഷ്ട്രീയത്തിനൊപ്പം ചേർന്ന് നിന്നേ അത് സാധ്യമാക്കിയെടുക്കുവാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യമാണ് നിലവിൽ രാജ്യത്ത് ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനം ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും BJPക്കൊപ്പം സഹകരിക്കാൻ തയ്യാറാകുന്നത് NDAയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും 2020 പോലെ എറണാകുളം മേഖലയിൽ, കേരളത്തിന്റെ മധ്യമേഖലയിൽ വലിയ സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ 8ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തി തെളിയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്കൊപ്പം ചേരുന്ന സമയത്ത് BJPയുടെ വോട്ട് ഷെയറും ഞങ്ങളുടെ NDAയുടെ വോട്ട് ഷെയറും അതിനൊപ്പം 2020യുടെ വോട്ട് ഷെയറും കൂടി ചേരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കും, വലിയ തരത്തിൽ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വിജയത്തിനപ്പുറത്ത് കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവരെല്ലാവരും BJPയുമായി സഹകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് 2020യുടെ വരവോടുകൂടി കേരള സമൂഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നൽകുന്നത്. കാരണം വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഏക രാഷ്ട്രീയ പാർട്ടി BJPയാണ്. മറ്റുള്ളവരെല്ലാം വിവാദ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴും വർഗീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴും വികസിത കേരളം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടി BJPയാണ്, മുന്നണി NDAയാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ ശക്തി, അതുതന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2016 2020, 2020 അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് കുന്നത്തുനാടിലും മഴുവന്നൂരിലും ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അവർ അവരുടെ ബെറ്റർ പെർഫോമൻസിൽ നിന്ന് പിന്നോട്ട് പോയി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുമായി യോജിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് ഇപ്പോൾ. രേണുക, അത് ശരിയല്ല. നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2020യുടെ വോട്ടിംഗ് ഷെയർ പരിശോധിക്കാൻ തയ്യാറാണ്. ഒരു നോഹയുടെ പേടകം പോലെ ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ടാണ് ഇത്തവണ 2020യെ നേരിടാൻ CPMഉം കോൺഗ്രസും തയ്യാറായത്. സ്വന്തം ചിഹ്നം ഉപേക്ഷിച്ചാണ് അവിടെ മത്സരിക്കാൻ പല സ്ഥലത്തും അവർ തയ്യാറായത്. SDPI, ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയിട്ടുള്ള ഈ രാജ്യത്ത് കിട്ടാവുന്ന മുഴുവൻ വർഗീയ ഇടുക്കാച്ചരക്കുകളെ കൂടെ കൂട്ടി ഒരു വാഹനത്തിൽ തന്നെ രണ്ട് പാർട്ടിയുടെ, നമ്മൾ ത്രിപുരയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കണ്ടതുപോലെ ഒരു വാഹനത്തിൽ തന്നെ ഈ പാർട്ടി, ഈ രണ്ട് മുന്നണികളിലെ പ്രധാനപ്പെട്ട പ്രബല കക്ഷികളുടെ കൊടികൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതാണ്. അപ്പോൾ ഒരു നോഹയുടെ പേടകവും 2020 തമ്മിലുള്ള മത്സരമാണ് അവിടെ നടന്നത്. ആ മത്സരത്തിൽ 2020 ചില പഞ്ചായത്തുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ ചില പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് 70ഓളം ഗ്രാമപഞ്ചായത്ത് സീറ്റുകളുണ്ട്, 7ഓളം ബ്ലോക്ക് ഡിവിഷനിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2020 വീഴ്ച സംഭവിച്ചപ്പോൾ, ക്ഷീണം സംഭവിച്ചപ്പോൾ NDAക്ക് ചെപ്പം ചേരാൻ തയ്യാറായി എന്നുള്ള നറേറ്റീവ് തെറ്റാണ്. അങ്ങേക്ക് 2020യുടെ വോട്ടിംഗ് പെർസെന്റേജ്, വോട്ടിംഗ് ഷെയറും ഇപ്പോൾ അങ്ങേക്ക് പരിശോധിക്കാൻ സാധിക്കും. ആ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ CPMഉം കോൺഗ്രസും പറയുന്ന നറേറ്റീവ്. ഒരൊറ്റ കാര്യം കൂടി ശ്രീ ജിതിൻ, നോക്കൂ, ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദൽ എന്ന രീതിയിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണ്. അത് നിങ്ങളെപ്പോലെ വലിയ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു പാർട്ടിയിൽ വന്നു ചേർന്നാൽ അത് ഏത് തരത്തിലുള്ളൊരു യോജിപ്പാണ് എന്ന സംശയം പൊതുവെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുമല്ലോ. അത് പ്രത്യയശാസ്ത്രപരമാണോ? ഇപ്പോൾ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു ആമാശയ പരമാണ് എന്ന തരത്തിലുള്ള വിമർശനം അവരുടെ ഭാഗത്ത് നിന്നും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു യോജിപ്പിന്റെ പാതയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? രേണുക, ഇവിടെ സംസാരിച്ച 2020യുടെ മുതിർന്ന ചെയർമാൻ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവരുമായി ധാരാളം ചർച്ചകൾ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ എറണാകുളത്തെ പരിപാടിക്ക് മുമ്പായിട്ട് 2020യെ കൊണ്ടുവരാനായിട്ടുള്ള വലിയ പരിശ്രമം കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ ധാരാളം സമയം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊപ്പം കിട്ടാത്തത് കൊണ്ട് ആമാശയൊന്നും ദഹനക്കേടെന്നൊക്കെ പറയുന്നത് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യോജിപ്പാണെന്നുണ്ടെങ്കിൽ 2020ക്ക് BJP ലയിച്ചാൽ പോരെ. ഞങ്ങൾക്കൊപ്പം ഉള്ള ചെറുതും വലുതുമായിട്ടുള്ള മറ്റു കക്ഷികളെല്ലാം BJP ലയിച്ചിട്ട് താമരചിത്രത്തിൽ മത്സരിച്ചാൽ പോരെ. ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ കലർത്തുന്നതുകൊണ്ട് യോജിക്കുമ്പോഴാണ് ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുന്നത്. ഇപ്പൊ CPM ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും CPI അംഗീകരിക്കും. CPM PM ശ്രീയിൽ ഒപ്പിട്ട ആ നിലപാടിനെ CPI അംഗീകരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ എല്ലാം മുസ്ലിം ലീഗ് അംഗീകരിക്കണമെന്നുണ്ടോ? അപ്പൊ അതൊരു മുന്നണി സംവിധാനമാണ്. നോക്കൂ, എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇതുവരെ രണ്ട് മുന്നണികൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയായപ്പെട്ടെങ്കിൽ അതിന് ബദലായി
വികസനം പറയുന്ന, വികസനം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മൂന്നാം മുന്നണി, ബലത്ത ഒരു NDA എന്ന് പറയുന്ന ഒരു മൂന്നാം മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്കുള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. അപ്പൊ വികസനം ചർച്ച ചെയ്യുന്നവരാണ് NDA മുന്നണിയിൽ വന്നു ചേരുന്നത്. ശരി, എന്തായാലും പ്രാഥമികമായി താങ്കൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നണി വിപുലീകരണം, അതിലേക്ക് മറ്റ് 2 മുന്നണികൾ ലക്ഷ്യമിട്ടിരുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് നിങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. ആ ആത്മവിശ്വാസത്തിന് ഞാൻ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ അരുൺകുമാർ, നോക്കൂ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.